ഗൈസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെ നോക്കിയാലും ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഫേക്ക് അലിഗേഷൻസ്. സോ ഇത് ആർക്ക് നേരെയാണ്, ആരാണ് പറയുന്നതെന്നും ആരൊക്കെ പറയുന്നു എന്നുള്ളതും എന്താണ് സംഭവം എന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അഹാനയുടെ ഫാമിലി, സോ ദിയ കൃഷ്ണ, സോ അവരുടെ ബിസിനസ്, അതിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അവരുടെ പണം എടുത്തു എന്നുള്ളതും, പിന്നെ അതിനുശേഷം ടാക്സ് ഇഷ്യൂസും, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്. എന്താണെന്ന് ഞാൻ എടുത്ത് വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഫേക്ക് അലിഗേഷൻസ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തെറ്റ് തന്നെയാണ്. അത് ആരാണെങ്കിലും ഇപ്പോൾ ദിയകൃഷ്ണയാണെങ്കിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ളവരാണെങ്കിലും, സോ ആരാണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. തെറ്റിനെ നമ്മൾ തെറ്റിന് തന്നെ എടുത്തു വരണം. സോ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. സോ മനസ്സിലാവുന്ന ഒരു സമയം വരും, അതുവരേക്കും വീണ്ടും ഇഷ്യൂസിൽ ഇങ്ങനെ ചർച്ചയായി പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഈ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് അതൊക്കെ നമുക്ക് നിരക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? കാര്യം നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞാൽ പോരെ.